ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന പാഠഭാഗത്തിലെ 189 തുടങ്ങി 193 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ ഇൻസ്ക്രിപ്ഷൻസ്, പാലസസ്, കോയിൻസ് ആൻഡ് ദെൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ തന്നെ വരുന്ന ലിറ്റററി സോഴ്സസ്, ട്രാവലോഗ്സ്, ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്, ന്യൂസ് പേപ്പർ എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 34. വിച്ച് ഈസ് ദ സാൻസ്ക്രിറ്റ് പോയം ദാറ്റ് മെൻഷൻസ് കോഴിക്കോട്? കോഴിക്കോടിനെ പരാമർശിക്കുന്ന സംസ്കൃത കാവ്യം ഏതാണ്? ആൻസർ കോകില സന്ദേശം. നെക്സ്റ്റ് വൺ, ഹൂ റോട്ട് ദ സാൻസ്ക്രിറ്റ് പോയം കോകില സന്ദേശം? ആരാണ് കോകില സന്ദേശം എന്ന കാവ്യം എഴുതിയത്? ആൻസർ ഉദ്ദണ്ഡ ശാസ്ത്രി. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ മേജർ ലിറ്റററി വർക്ക്സ് ബിലോങ്ങിങ് ടു ദ സംഘം പീരീഡ്? സംഘകാലത്തെ പ്രധാന സാഹിത്യ കൃതികൾ ഏതൊക്കെയാണ്? ആൻസർ പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതോക്കൈ, നറ്റിനൈ എക്സെട്ര ആർ മേജർ ലിറ്റററി വർക്ക്സ് ബിലോങ്ങിങ് ടു ദ സംഘം പീരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Name some literary works which help us to understand the history of the period in which they were written. രചിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില സാഹിത്യകൃതികളുടെ പേര് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ദ മണിപ്രവാള ലിറ്റററി വർക്ക്സ് റിട്ടൺ ഡ്യൂറിംഗ് ദ 12th century and the 15th century provide us information on the നാടുവാഴി സിസ്റ്റം ആൻഡ് കൾച്ചർ ഓഫ് ദോസ് ടൈംസ്. 12ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിലും രചിക്കപ്പെട്ട മണിപ്രവാള സാഹിത്യകൃതികൾ അക്കാലത്തെ നാടുവാഴി സമ്പ്രദായത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് വൺ, ദ വടക്കൻ പാട്ടുകൾ ഓഫ് മലബാർ ത്രോ ലൈറ്റ് ഓൺ ദ ലൈവ്സ് ഓഫ് ദ കോമൺ പീപ്പിൾ ഓഫ് മിഡീവൽ പീരീഡ്. മലബാറിലെ വടക്കൻ പാട്ടുകൾ മധ്യകാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. നെക്സ്റ്റ് വൺ, ഇന്ദുലേഖ റിട്ടൺ ബൈ ചന്തുമേനോൻ ഇൻ ദ 19th century helps us understand the social history of മലബാർ. 19ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ മലബാറിൻ്റെ സാമൂഹിക ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നവയാണ്. നെക്സ്റ്റ് വൺ, ഹു ഈസ് ദ പേർഷ്യൻ ട്രാവലർ ഹു കെയിം ടു കോഴിക്കോട് ഇൻ ദ 15th century? 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് എത്തിയ പേർഷ്യൻ സഞ്ചാരി ആരാണ്? ആൻസർ അബ്ദുർ റസാഖ്. നെക്സ്റ്റ് വൺ, വൈ ഡു ട്രാവലോഗ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്ര രചനയിൽ യാത്രാ വിവരണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, ഈവൻറ്റ്സ് ആൻഡ് കൾച്ചർ. ദിസ് ത്രോസ് ലൈറ്റ് ഓൺ ദി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് എ റീജിയൻ. പ്രത്യേക സ്ഥലങ്ങൾ, ഈവൻറ്റുകൾ, സംസ്കാരം എന്നിവയുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകാൻ യാത്രാ വിവരണങ്ങൾക്ക് കഴിയും. ഇതൊരു പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ് ആർ ലിറ്റററി സോഴ്സസ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ഫോർ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. വൈ? മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ മോസ്റ്റ് ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ് ആർ ലിറ്റററി സോഴ്സസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻ എ റീജിയൻ ഓർ എ പീരീഡ്. മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒരു പ്രദേശത്തെയോ ഒരു കാലഘട്ടത്തിലെയോ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന സാഹിത്യ സ്രോതസ്സുകളാണ്. നെക്സ്റ്റ് വൺ, വൈ ഡു ന്യൂസ് പേപ്പേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി? എന്തുകൊണ്ടാണ് പത്രങ്ങൾ ചരിത്രരചനയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത്? ആൻസർ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദ പീരീഡ് ആർ ദ മെയിൻ സോഴ്സ് യൂസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഫോറിൻ റൂൾ ഇൻ ഇന്ത്യ. Newspapers also help us to know about all aspects of the political, social and economic history of Kerala. ഇന്ത്യയിലെ വിദേശ ഭരണത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്രധാന ഉറവിടം അക്കാലത്തെ പത്രങ്ങളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലോക്കൽ ഹിസ്റ്ററി? എന്താണ് പ്രാദേശിക ചരിത്രം? ആൻസർ ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ഈവൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്ര രചനയിൽ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്?
ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, അതായത് ഒരു പ്രദേശത്തിൻ്റെ നിരീക്ഷണം. ദെൻ മെമ്മറീസ്, ഓർമ്മകൾ. പ്ലേസ് നെയിംസ്, സ്ഥലനാമങ്ങൾ. ഫാമിലി ഹിസ്റ്ററി, കുടുംബചരിത്രം. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഔദ്യോഗിക രേഖകൾ. മോർട്ട്ഗേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ്, അതായത് പണയരേഖകൾ, ആധാരങ്ങൾ. ദെൻ ലോക്കൽ നോളേജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, സോങ്സ്, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.